അതും കൂടി കൊള്ളയടിച്ചു കൊണ്ടുപോകാനായിരിക്കും അവൻ വരണത്. അതെ, എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്. അതുങ്ങളെ കെട്ടിച്ചു വിടാനുള്ളൊരു കൈത്താങ്ങായിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന പണമാ. അയ്യോ, ആ കാറുമാടം കൊണ്ടുപോയി ബിസിനസ് നടത്തി തോലച്ചത്. അതിനോടെ ആർക്കും പരാതിയൊന്നുമില്ലല്ലോ. എനിക്കും നിനക്കും മാത്രമല്ലേ പരാതി ഉള്ളത്. കുടുംബത്തിലെ ഒരു കള്ളൻ മതി, ബാക്കിയുള്ളവർക്ക് കള്ളൻ പട്ടം കിട്ടിക്കോളും. കള്ളൻ മാധവൻ നായർ, അങ്ങനെ ഏതൊരു കഥാപാത്ര സിനിമയിലുണ്ട് അല്ലേ പ്രകാശ? ഇതൊക്കെ സ്വയം വരുത്തി വെച്ച വിനകളാണ് അച്ഛമ്മേ. എന്നെ പോലെ ബാധ്യതയുള്ള ഒരു മകനുള്ളപ്പോ ഉണ്ടാക്കിയ സ്വത്തും പണവും സമ്പാദ്യവും എല്ലാം ഇളയമൻ മനോജിന്റെ കാൽക്കൽ പുഷ്പാർച്ചന നടത്തിയില്ലേ, അതിന്റെ ഫല. അവനാണെങ്കിൽ കിട്ടിയതും തട്ടിയെടുക്കാൻ പറ്റിയതും ഒക്കെ ഊറ്റിയെടുത്ത് മുങ്ങി. അച്ഛനതൊന്നും പറ്റിയാ പോരാ, ഇനിയും ഒരുപാട് അനുഭവിച്ച് പഠിക്കണം. കണ്ട കാറും ബസ്സും നന്നാക്കിയാ പോരാ, മക്കളെ ചൊൽപ്പടിക്ക് വളർത്തണമായിരുന്നു. ഇല്ലെങ്കിൽ നാട്ടുകാരുടെ സമ്പാദ്യം കൂടി മോഷ്ടിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? തളർന്നു നിൽക്കുന്ന നമ്മുടെ അച്ഛന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ശവത്തെ കുത്തുന്ന ഏർപ്പാടേ കയ്യിലുള്ളൂ. അച്ഛന് തെറ്റു പറ്റിയെങ്കിൽ തിരുത്താൻ ഒപ്പം നിൽക്കേണ്ട ആളാ. കുത്തുവാക്ക് നട്ടത് 2 പാഴ്ചെടികൾ. കായ്ഫലവുമില്ല, മൂട്ടുകടിയാണെങ്കിൽ വെറും പൊള്ളയും. അയ്യോ, 2 ആൺമക്കളെ കുറിച്ച് അച്ഛമ്മയുടെ ഉപമ കേട്ടില്ലേ? അച്ഛമ്മേ, ഞാനാകെ നിയന്ത്രണം വിട്ട് നിൽക്കുവാ. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോകും കേട്ടോ. ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പാഴ് ജന്മ നിങ്ങള്. സാരോപദേശം തട്ടിവിട്ട് തമ്മിലടിപ്പിക്കുന്ന പരട്ട കിളവി. ചില ശാപം പിടിച്ച രൂപങ്ങളില്ലേ, അതുപോലെ ഒരു അസുര രൂപമായി കിളവി.